നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. കിരണിന്റെ ഷർട്ടിന്റെ കോളിൽ മുറുകെ പിടിച്ച് അവനെ ആകെ ഉലച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ ശ്രീ അലറിക്കരഞ്ഞു. കിരൺ അവരെ ഇരു കൈകളാലെ മുറുകെ പിടിക്കുമ്പോൾ കിരണിന്റെ കണ്ണിൽ നിറഞ്ഞെന്ന അത്രയും ഒരു മുഖമായിരുന്നു. കിരണേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന, കുറുമ്പ് കാട്ടി കൊഞ്ചുന്ന, ദേഷ്യപ്പെടുമ്പോൾ വായിൽ വരുന്നതൊക്കെയും പരിസരം നോക്കാതെ വിളിച്ചു പോകുന്ന ആ സുന്ദരി കുട്ടി. തന്റെ പെങ്ങളായി മനസ്സിൽ ഉറച്ചുപോയ രൂപം എന്തോ അവന് സ്ത്രീയോളം പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന് വേദനയോടെ അവൻ മനസ്സിലാക്കി. ആ നിമിഷം സ്ത്രീക്കൊപ്പം അവനും പൊട്ടിക്കരഞ്ഞുപോയി. ഏറെ നേരം അമ്മയും മകനും അവനും കൂടിയിരുന്നു. ശേഷം അവനും പിരിച്ചുകൊണ്ട് സ്ത്രീ തന്നെ പറഞ്ഞു തുടങ്ങി, കിരൺ, എനിക്ക് അവളെ കാണണം, ആ ഭദ്രയെ. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു സ്ത്രീയുടെ സ്വരത്തിൽ. അതേ ഉറപ്പിൽ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു, അവളോട് എനിക്ക് ചോദിക്കണം, എന്തിനെന്റെ ഏട്ടനിൽ നിന്ന് പറിച്ചെടുത്തു എന്ന് എനിക്ക് ചോദിക്കണം. വേണ്ടായിരുന്നെങ്കിൽ എനിക്ക് തിരികെ തരാൻ പാടില്ലായിരുന്നു, അത് ചോദിക്കണം. എനിക്ക് പ്രണയം നടിച്ചു പറ്റിക്കുമ്പോൾ അവൾക്ക് പ്രായക്കുറവാ, കുട്ടികളിയായിരുന്നിരിക്കണം. എന്റെ ഏട്ടൻ അതിൽ വീണുപോയിട്ടുണ്ടാകും. കിരൺ, മോനു, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ നീലാംബരി? അവളിലുണ്ട് അതുപോലെ കുട്ടികളെയും സംസാരവും. എന്റെ ഉണ്ണിക്കുട്ടൻ അവിടെ ആ സ്വഭാവത്തിലാവും വീണുപോയിട്ടുണ്ടാവുക. നീ തന്നെ എത്രയോ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഓഫീസിൽ വെച്ച് അവൾ പലതരത്തിൽ തമാശകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരുപക്ഷെ അവനൊരു പുരുഷനല്ലേ? ഉണ്ണിക്കുട്ടൻ അറിയാതെ അവളെ പ്രണയിച്ചു പോയിട്ടുണ്ടാവും. അയ്യോ, ഞാനും എൻ്റെ മോന് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തു. എനിക്ക് പറ്റുന്നില്ല മോനു, ഞാൻ തോറ്റുപോയി. അത്ര തന്നെ ഉറപ്പോടെ സംസാരിച്ചു തുടങ്ങിയ സ്ത്രീ തന്റെ മകനെ പ്രണയത്തിലേക്ക് തള്ളിവിട്ട് താനും കൂടിയാണല്ലോ എന്നോർക്കെ പൊട്ടിക്കരഞ്ഞുപോയി. ശ്രീയമ്മ, പ്ലീസ്, ഇങ്ങനെ കരയാതെ. ഇപ്പോഴും അവനൊന്നും അറിഞ്ഞിട്ടില്ല. പ്ലീസ്, നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. ഒന്നും വൈകിട്ടില്ല, ഇനിയും സമയമുണ്ട്. അപ്പച്ചൻ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് പോവാം, അവരോട് നേരിട്ട് സംസാരിക്കാം. പക്ഷെ അവൾ നീലാംബരി, അവളൊരു തെറ്റും. നിർത്ത്! ഇടറി കിരൺ പറയുമ്പോൾ വലത് കൈ ഉയർത്തി അവനെ വിലക്കി ശ്രീ പാർവതി. വേണ്ട, അവളുടെ ഭാഗം ചേർന്ന് സംസാരിച്ച കൊന്നുകളയുന്ന ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെയൊക്കെ രണ്ടിനെയും കൊല്ലും ഞാൻ. എന്നിട്ട് ഞാനും ചാവും. കാണോ നിനക്ക്? കാണോന്ന്? എന്നാലും കൊലക്കൊടുക്കില്ല ഞാൻ നിങ്ങളെ രണ്ടിനെയും. എന്റെ ഏട്ടൻ പോയതുപോലെ നിങ്ങളെ ഞാൻ ആർക്കും കൊടുക്കില്ല. പോകുന്നൊരു ഊരാ കുടുക്കിലേക്കാണ് നേരത്തെ അറിയായിരുന്ന ഏട്ടന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാനത് കാര്യാക്കാതെ ഒരു വാക്കുകൊണ്ടുപോലും അദ്ദേഹത്തെ തടയാതെ പൂർണ്ണ പിന്തുണ നൽകി പറഞ്ഞു വിട്ടത് മരണത്തിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ശ്രീയമ്മ, പിന്നെ നമ്മളിനി എന്ത് ചെയ്യും ശ്രീയമ്മ? എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അവളുടെ മുഖം, അവന്റെ പ്രാണന ശ്രീയമ്മ. അവള് നമ്മളീ പറയുന്ന ഞാൻ അവൻ അറിഞ്ഞ നീലാംബരി കൊണ്ടാവും പോവും. നമ്മൾ ആരും എത്തിപ്പെടാത്ത അത്രയും ദൂരത്തേക്ക്. കിരൺ, അതെ, സത്യ. അവളോട് അവനെ മറക്കാൻ പറയുന്നതിനേക്കാൾ നല്ല ഞാൻ സ്വയം മരിക്കുന്ന. എനിക്ക് പറ്റില്ല ശ്രീയമ്മ. ഇല്ല മോനും, നിനക്ക് തോന്നുന്നതാ അത്. ഒരുപക്ഷെ ഉണ്ണിക്കുട്ടി എല്ലാം അറിയുന്ന നിമിഷം എന്നെ പോലെ തന്നെ അവന് ചിന്തിക്കുമായിരിക്കും. ഒരുപക്ഷെ അവനും വെറുക്കും നീലാംബരിയും ഭദ്രയും ആ കുടുംബത്തെയും ഒക്കെ. അമേരിക്കയിൽ നിന്ന് ഓരോ വർഷം നാട്ടിൽ വരുമ്പോൾ അവന്റെ നാദങ്ങൾ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നവനവൻ. അവന്റെ അങ്കിളുടെ മറന്ന് അവൻ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല. കിരൺ, മോനും, നീ എഴുന്നേൽക്ക്, വാ, നമുക്ക് പോവാം. അവിടെ തറവാടി പോവാം. എന്നിട്ട് അവിടെ ഉള്ളവരോട് സംസാരിക്കാം. വേഗം വാക്കിരൺ. രാമഭദ്രങ്ങൾ പറയാൻ ബാക്കി വെച്ച് എനിക്കറിയണം. പ്ലീസ്, എന്നെ കൊണ്ടുപോക്കിരൺ, പ്ലീസ്. കിരണിന്റെ നെഞ്ചിലേക്ക് വീണ് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപേക്ഷയുടെ സ്വരത്തിൽ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവരുടെ നെറുകയിൽ തലോടിക്കൊണ്ട് കിരൺ പറഞ്ഞു, ശ്രീയമ്മ, നമുക്ക് നിലയെ വിളിച്ചാലോ? നമുക്ക് അവളോട് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും അവളോട് പറയാം. കൊള്ളാം. നിനക്കിപ്പോഴും ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല കിരൺ. അവർക്ക് ചീത്തയാ കിരൺ. ഇനി എന്റെ ഏട്ടനെ അവൾ കൊന്നുകാരൻ കളഞ്ഞോ? അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ ഏട്ടൻ സൂയിസൈഡ് ചെയ്യാൻ മറ്റോ ചെയ്തിട്ടുണ്ടാവോ? അവരെല്ലാം മറച്ചു വെച്ചതാണെങ്കിലോ? കിരൺ, എനിക്ക് കണ്ടുപിടിക്കണം. നിന്റെ മാരേജിന് മുന്നേ തന്നെ എനിക്കെല്ലാം അറിയണം. ഇപ്പൊ ഞാനിതൊരു പ്രശ്നമാക്കിയ നിന്റെ മാരേജ് നടക്കില്ല. പക്ഷെ മാരേജിന് എന്റെ ഏട്ടനെ കൊന്നവളുടെ കുടുംബം അവിടെ കാലുത്താൻ പാടില്ല. ശോഭന ടീച്ചർ, അവരോട് ചോദിക്കാം. നീലാംബരിയുടെ നെയ്ബറല്ലേ ശോഭന ടീച്ചർ? അപ്പൊ കാര്യങ്ങൾ അവർക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും. നമുക്കിപ്പൊ തന്നെ പോവാം. പ്ലീസ് കിരൺ, വാ, പോവാം. തറവാട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും ഭേദം ഇതാണെന്ന് കിരണിനും തോന്നി. ഇരുവരും വേഗം തന്നെ താഴേക്ക് പോയി. കിരൺ കാർ പോർച്ചിലേക്ക് നടക്കുമ്പോഴാണ് ശിവനാഥ് മേനോന്റെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ ശിവനാഥ് മേനോനെ സ്ത്രീ ഓടിപ്പോയി പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ശിവേട്ട, നമ്മുടെ നാദേട്ടൻ അവിടെയുള്ള ആ നീലാംബരിയുടെ തറവാട്ടില് ആ ഭദ്രയാ, അവളാ എന്റെ ഏട്ടനെ ചതിച്ചത്. തന്റെ കയ്യിൽ കരുതിയ ഫോട്ടോ ശിവനാഥ് മേനോന് നേരെ നീട്ടി സ്ത്രീ നടന്ന സംഭവങ്ങളൊക്കെയും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അയാൾ സ്ത്രീയെ കാറിനടുത്ത് നൽപ്പകലേക്ക് മാറ്റി നിർത്തി. കാറിൽ നിന്നിറങ്ങിയ നിർമ്മലയും രാധികയും തെല്ലൊരു അതിശയത്തോടെ ഇരുവരെയും നോക്കി മാൻഷന്റെ അകത്തേക്ക് രാമഭദ്രനെയും കൂട്ടി കയറിപ്പോയി.
സ്ത്രീയുടെ കയ്യിൽ ഇത്തരത്തിലൊരു ഫോട്ടോ ഉണ്ടെന്നുള്ള വിവരം പോലും ശിവനാഥിന് ആദ്യത്തെ അറിവായിരുന്നു. അതീവൻ ഞെട്ടലോടെ തന്നെ സ്ത്രീയെ അവരുടെ കയ്യിലെ ഫോട്ടോയെ അയാൾ മാറി മാറി നോക്കി. എന്നോട് ക്ഷമിക്കൂ ശിവേട്ട, ഈ കാര്യം ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. ശിവേട്ടന്റെ അച്ഛനെ എനിക്ക് മാത്രമേ ആ കാര്യം അറിയായിരുന്നുള്ളൂ. മാനസികമായിട്ട് ഒത്തിരി തകർന്നുപോയി ശിവേട്ടനെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ടത് ശിവേട്ടന്റെ അച്ഛൻ തന്നെയാ അന്നെന്നോട് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ശ്രീ, നീ എവിടെയാ പോകുന്നത്? ആരെ കാണാനാ പോകുന്നത്? അതേ ഞെട്ടലോടെ തന്നെ അയാൾ സ്ത്രീയോട് ചോദിച്ചുകൊണ്ടിരുന്നു. ആ ശോഭന ടീച്ചർ, അവരെ കാണാൻ. ശ്രീ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ നീ ആരെ കാണാൻ പോകുന്ന അത്ര നല്ലതിനല്ല. അത് നമ്മളെല്ലാവരുടെയും ജീവൻ ആപത്താ. ശ്രീ, ഇപ്പൊ ഈ വിവരം ആർക്കൊക്കെ അറിയാം? അയാൾ ഒരു പിടപ്പോടെ ചോദിച്ചുകൊണ്ടിരുന്നു. ഈ ഫോട്ടോയെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ണിക്കൊണ്ടോടും കിരണോടും പറഞ്ഞിരുന്ന. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന ഇടം നീലാംബരിയുടെ തറവാടാണെന്നുള്ളത് ഇപ്പൊ എനിക്കും കിരണും പിന്നെ ശിവേട്ടും മാത്രമേ അറിയൂ. ഈ ഫോട്ടോ കാണിച്ച് എനിക്ക് ആ ഷോപ്പിംഗ് ടീച്ചറെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണം. എന്റെ മുന്നിൽ സമയം തീരല്ല ശിവേട്ട. നാളെ ഒരു ദിവസം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. അതിനും എനിക്ക് എല്ലാം അറിയണം. എല്ലാം മനസ്സിലാക്കിയ ശേഷം എല്ലാ തെളിവുകളോടും കൂടി ആ കുടുംബത്തെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. അതിനെല്ലാം ഉപരി ഉണ്ണിക്കുണ്ണവരുടെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം, ശ്രീ ഉറപ്പോടെ പറഞ്ഞു. അല്പം വേഗത്തിൽ നടന്ന ശോഭന ടീച്ചർ ഏറെ നേരം കഴിഞ്ഞിട്ടാണ് ആ റൂമിലെത്തിയത്. എത്തിയുടൻ ചാർജിന് കുത്തിയിട്ട് തന്റെ ചെറിയ ഫോൺ കയ്യിലെടുത്ത് നീലാംബരിയുടെ നമ്പർ ഡയൽ ചെയ്തു ടീച്ചർ. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ഇന്നലെ രാത്രിയോടെ തന്റെ ഫോണിന്റെ ഓഫർ കഴിഞ്ഞ കാര്യം. ഫോണും കയ്യിൽ പിടിച്ച് അവർ ഒരിക്കൽ കൂടി ഹോസ്പിറ്റൽ വിട്ടിറങ്ങി. സ്ഥിരമായി റീചാർജ് ചെയ്യാനുള്ള കടയിലേക്ക് ധൃതിയിൽ നടക്കുമ്പോഴും അവരുടെ മനസ്സിനെ പിടിച്ചുലക്കുന്ന ഒത്തിരി സംശയങ്ങൾ നാമ്പിട്ടു. ഡോക്ടർ ശ്രീ പാർവതി ഒരു കാറിനുള്ളിലേക്ക് തറയിട്ട് സംസാരിക്കുന്നു. ആ കാറിൽ തന്നെ കയറിപ്പോന്ന് നോക്കി നിന്നു ടീച്ചർ. അപ്പോഴാണ് ആ കാറിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന പയ്യനെ ടീച്ചർ ശ്രദ്ധിക്കുന്നത്. കിരൺ, നീലാംബരി മോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണർ. ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ തന്നെ കിരൺ ആരാണെന്ന് തനിക്ക് പ്രേമേട്ടം പറഞ്ഞറിയാവുന്ന കാര്യവുമാണ്. നാദും ശിവനും കിരണും ഡോക്ടർ ശ്രീ പാർവതിയും തമ്മിലുള്ള ബന്ധം മാത്രം തനിക്ക് പിടികിട്ടുന്നില്ല. മേനോൻ ഹോസ്പിറ്റൽ ഡോക്ടർ ശ്രീ പാർവതിയുടേതാണ്. നാദ് അപ്പാരൽസ് കിരണിന്റെയും. നാദ് അപ്പാരൽസിന്റെ ഓർഡർമാരാണ് അന്ന് ശശിധരൻ നടത്തായിരുന്ന നീലാംബരിയുടെയും മുകുന്ദനെയും വിവാഹ നിശ്ചയം മുടക്കിയതും ശേഷം മുകുന്ദനെ കൊണ്ട് ലാവണിയുടെ കഴുത്തിൽ താലി ചാർത്തിപ്പിച്ചതും. അതൊക്കെ നീലാംബരി പറഞ്ഞു തുളസി പറഞ്ഞു താൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മേനോൻ ഹോസ്പിറ്റലായിട്ട് എന്താവും ബന്ധം? കുറച്ചു ദിവസം മുമ്പ് തന്നെ കാണാൻ വന്ന ആ പയ്യൻ മനസ്സിലായി ഓർത്തു കഴിഞ്ഞില്ല. ആ നിമിഷം തന്നെ റോഡിന്റെ മറുവശത്തേക്ക് ശോഭന ടീച്ചർ തെറിച്ചു വീണിരുന്നു. ഇതൊക്കെയും ഓർത്തുകൊണ്ട് റോഡ് മുറിച്ച് കിടക്കവേ വേഗത്തിൽ വന്ന ഒരു ലോറി അവരെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് നിർത്താതെ വേഗത്തിൽ ഓടിച്ചുപോയി. ഉച്ചയ്ക്ക് ശേഷം ബാഗ് പാക്ക് ചെയ്ത് കാത്തിരുന്നു കാവ്യ. മാൻഷനിലെ ഡ്രൈവർ മധു കാറുമായി വന്നു. കാവ്യ നിലയോടെ യാത്ര പറഞ്ഞിറങ്ങി. നീ വരുന്നില്ലെന്നാണോ? നിരാശയോടെ ചെറു പ്രതീക്ഷ കലർത്തിയുള്ള കാവ്യയുടെ ചോദ്യം. ഞാൻ വരും, ഇപ്പോഴല്ല, മറ്റന്നാൾ 12 ശേഷമല്ലേ മുഹൂർത്തം. അതിനുമുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. നിനക്ക് നാളെ ഒത്തിരി പണികൾ കാണും മോളെ. ഒറ്റ ദിവസം കല്യാണപ്പെണ്ണിനെ പ്രിപ്പയർ ചെയ്യാൻ സമയമുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാ. നീ കിരണേട്ടൻ നീട്ടുന്ന ആ താലിക്കുമ്പിൽ ഒന്ന് കുനിഞ്ഞാൽ മാത്രം മതി. പിന്നെ ഇപ്പൊ നിന്റെ കൂടെ ഞാൻ വരുന്നില്ലെന്ന് ഉണ്ണിയേട്ടനോ കിരണേട്ടനോ അറിയണ്ട. ഉണ്ണിയേട്ടൻ വിളിച്ച് തെറി വിളിക്കുമ്പോൾ ഞാൻ നയത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അമ്മ ഈ അവസ്ഥയിലാക്കി ഞാൻ വന്നാൽ ശരിയാവില്ല കാവ്യ. ഇന്നൊരു ദിവസങ്ങളിൽ കൂടുന്നില്ലെങ്കിൽ എങ്ങനെയാ? വലവിധനയും നില കാവ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ട ഭദ്രാമയാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ എല്ലാം തടസ്സങ്ങളാ അല്ലേടി? കാവ്യ നിരാശയോടെ പറഞ്ഞു. പക്ഷെ എൻ്റെ കാര്യം നേരെ തിരിച്ചാ. എനിക്ക് എണ്ണക്കേട് വരുമ്പോൾ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. ദൈവം കിടന്ന് അർമാദിക്കുമെന്നാ തോന്നല്ലേ? ഉള്ളിക്ക് ചുമ്മാ ഒരു സുഖം. നീലാംബരിയുടെ പറച്ചിൽ കേട്ട് കാവ്യ ഒന്ന് ചിരിച്ചു. കാവ്യ കാറിൽ കയറി യാത്രയായി. നീലാംബരി അകത്തേക്കും പോയി. മാൻഷനിലെ കാർ തറവാട്ടിൽ നിന്ന് പുറപ്പെട്ട നിമിഷം തന്നെ ഗാർഡ്സിൽ ഒരാൾ കാർ പുറപ്പെട്ട വിവരം ജാനെ വിളിച്ച് അറിയിച്ചു. കാർ മാൻഷനിലെത്തുന്നവരെ കാറിനെ ഫോളോ ചെയ്യാൻ ജാൻ പറഞ്ഞ പ്രകാരം ഗാർഡ്സ് അവരുടെ കാറിൽ ഡ്രൈവർ മധു ഓടിച്ചിരുന്ന കാറിനെ ഫോളോ ചെയ്തു. പക്ഷേ നീലാംബരി കാറിൽ എന്നുള്ള വിവരം ജാനോ ഗാർഡ്സോ അറിഞ്ഞില്ല. കിരണിന്റെ കാർ വേഗത്തിൽ തന്നെ മേനോൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. കിരൺ പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ അവന് കാത്തിൽക്കാനുള്ള ക്ഷമയൊന്നും ശ്രീ പാർവതിക്ക് ഉണ്ടായിരുന്നില്ല. അവർ വേഗത്തിൽ തന്നെ ശോഭന ടീച്ചറുടെ റൂം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ശരീരം തളരുന്ന പോലെ സ്ത്രീക്ക് തോന്നി. ഡോക്ടർ തിരികെ വന്ന് കാണെ സ്റ്റാഫുകളിൽ പലരും അമ്പരപ്പോടെ സ്ത്രീയെ നോക്കി. നോക്ക് ചെയ്യാനും നിൽക്കാതെ വേഗത്തിൽ തന്നെ പ്രേമസാറിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂം വലിച്ചു തുറന്ന് ശ്രീ പാർവതി. പക്ഷെ അവിടെ ശോഭന ടീച്ചറെ കാണാതെയായപ്പോൾ ഇനി എന്ത് ചെയ്യുന്നോർത്തുനിന്ന് പകച്ചു. പിന്നീട് വേഗം ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. പ്രേമസാറിന്റെ ഫയലിൽ എന്തായാലും ബൈസ്റ്റാൻഡറുടെ ഫോൺ നമ്പർ സ്ഥാനത്ത് ശോഭന ടീച്ചറുടെ നമ്പറുണ്ടാവും. ഉച്ചക്കും താൻ ഏറെ നേരം കാത്തിരുന്നാണ് ടീച്ചറെ. കാണാതായപ്പോൾ നാളെ ഒന്ന് യുവാക്കാരും അവനെ കൂട്ടിക്കൊണ്ടുപോകാന്ന് കരുതി. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഏതായാലും തന്നോട് പറയാതെ പോവാറില്ല. ഓരോന്നോർത്തുകൊണ്ട് സ്ത്രീ വേഗത്തിൽ നടന്നു. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രേമൻ സാറിന്റെ ഫയൽ വാങ്ങി നോക്കുമ്പോഴും അതിലുണ്ടായിരുന്ന ശോഭന ടീച്ചറുടെ നമ്പർ ഡയൽ ചെയ്ത ഫോൺ ചെവിയോട് ചേർക്കുമ്പോഴും തന്റെ കൈകൾ പോലും വിറകൊള്ളുന്ന സ്ത്രീ തിരിച്ചറിഞ്ഞു.
ടീച്ചറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കേൾക്കെ നിരാശ നിറഞ്ഞ മനസ്സോടെ ശ്രീ അവിടെ നിന്നും കിരണിന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് തിരികെ നടന്നു. പെട്ടെന്നാണ് ചോരയിൽ കുളിച്ച ഒരു ശരീരവും സ്ട്രക്ചറിൽ അറ്റൻഡർമാർ ഓടിക്കൊണ്ടുവരുന്നത് കണ്ടത്. കൂടെ ചില ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ ഉണ്ട്. ആ നിമിഷം തന്നെ കാഷ്വാലിറ്റി ഡോക്ടർമാർ നഴ്സുമാർ അവിടെ ഓടിക്കൂടി അവരെ പരിശോധിക്കുന്നു. പെട്ടെന്ന് തന്നെ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതും കണ്ടു. എന്താ ശ്രീയമ്മ? അവിടേക്ക് വന്ന കിരൺ ആളും പാളും കണ്ട ഒരു ഞെട്ടിലോട് ശ്രീയോട് ചോദിച്ചു. അറിയില്ലടാ, കണ്ടിട്ട് ആക്സിഡന്റ് കേസാണ് തോന്നുന്നു. ആ ശോഭന ടീച്ചർ ഇവിടെ ഒന്നും ഇല്ല കിരൺ, നമ്മളിനി എന്ത് ചെയ്യും മോനെ? ആ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഡോക്ടർ അഭിഷേക് അവിടേക്ക് ഓടിയെത്തിയത്. മാം, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു, ഒരു ആക്സിഡന്റ് കേസ് ഉണ്ട്. നാട്ടുകാരെ എത്തിച്ച് ഹെഡ് ഇഞ്ചറിയാ, ബോഡിയിൽ പല ഭാഗത്തും ഫ്രാക്ചർ ഉണ്ട്. ഡോക്ടർ ജോൺസാറും ഡോക്ടർ കാവേരി മേഡം ഇപ്പൊ എത്തും, ഇൻഫോം ചെയ്തിട്ടുണ്ട്. മാഡം കൂടി വേഗം വന്നാ. അഭിഷേക് പറഞ്ഞു കഴിയും മുമ്പ് അയാളെ കൈയുയർത്തി തടഞ്ഞു ശ്രീ. നോ അഭിഷേക്, ഞാൻ ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ലീവില്ല. സീനിയർ ഡോക്ടറായിട്ട് ജോണും കാവേരി ഉണ്ടല്ലോ, കാര്യങ്ങൾ നടക്കട്ടെ. പേഷ്യന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് വേഗം കളക്ട് ചെയ്യണം. പിന്നെ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്യാൻ മറക്കണ്ട. എങ്കിലും സർജറി വഹിക്കണ്ട, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. ഡോക്ടർ ശ്രീ പാർവതിയുടെ വാക്കുകൾ ഡോക്ടർ അഭിഷേക് ഒരു ഞെട്ടലോടെയാണ് കേട്ടുനിന്നത്. കാരണം തങ്ങളുടെ ഡോക്ടർ ശ്രീ പാർവതി ഇങ്ങനെയല്ല. ഡ്യൂട്ടിയിലുള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും ഏത് സമയത്ത് വേണോ എന്ത് ആവശ്യം വരുമ്പോഴേ അവർ ഓടിയെത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ പരിക്കൻ പെരുമാറ്റത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടർ അഭിഷേക് ഒരു നിമിഷം തറഞ്ഞെന്ന് പോയി. മാം, അത് നമ്മുടെ ശോഭന ടീച്ചറാണ് പേഷ്യന്റ്. റൂം നമ്പർ 404 പേഷ്യന്റ് മിസ്റ്റർ പ്രേമന്റെ വൈഫ്. ഡോക്ടർ അഭിഷേക് പറയുമ്പോൾ ഇപ്രാവശ്യം ഞെട്ടിത്തരിച്ചു പോയത് കിരണും ശ്രീ പാർവതിയുമാണ്. പിന്നീട് അധികമൊന്നും ചിന്തിച്ചില്ല. ശ്രീ വേഗം തന്നെ ഹെഡ് കവറിങ്ങും മാസ്കും സർജിക്കൽ ഗൗണും സർജിക്കൽ ഗ്ലൗസും ഒക്കെ ധരിച്ചുകൊണ്ട് വേഗം തിയേറ്ററിലേക്ക് കടന്നു. ഒരു ഞെരക്ക് അപ്പോഴും ശോഭന ടീച്ചർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിനോടകം ജീവൻ നിലനിർത്താനുള്ള മെഷീനറി സംവിധാനങ്ങളൊക്കെയും ചെയ്തു കഴിഞ്ഞു. അവരുടെ വസ്ത്രം റിമൂവ് ചെയ്ത് ശരീരം വൃത്തിയാക്കുകയും പേഷ്യന്റ് ധരിക്കേണ്ട ഗൗൺ ധരിപ്പിക്കുകയും ചെയ്യുകയാണ് നഴ്സുമാർ. സർജറിക്ക് മുമ്പായി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ തയ്യാറാക്കിയ പേഷ്യന്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ തന്റെ കൈത്തണ്ടിൽ ഒരു തണുത്ത കൈസ്പർശം അറിഞ്ഞ ശ്രീ പാർവതി. ഡോക്ടർ, വളരെ നേർത്തതും അവ്യക്തമായ രീതിയിൽ ശോഭന ടീച്ചർ പറയുമ്പോൾ മാസ്ക് അല്പം താഴ്ത്തി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു ശ്രീ പാർവതി. പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം പഴയ പോലെയാവും. ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. മനസ്സിലെ സംഘർഷാവസ്ഥ മാറ്റി നിർത്തി ഡോക്ടർ ശ്രീ പാർവതി ശിവനാഥ് മേനോൻ അപ്പോഴേക്ക് ഉത്തരവാദിത്വ ബോധമുള്ളൊരു ഡോക്ടറായി മാറിക്കഴിഞ്ഞിരുന്നു. പ്ലീസ് ഡോക്ടർ, ഞാൻ ഇനി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ ഒന്ന് കേൾക്ക് പ്ലീസ്. എനിക്ക് ഡോക്ടറോട് എനിക്ക് സംസാരിക്കണം. അവരുടെ കൈ അല്പം ശക്തിയിൽ തന്നെ ശ്രീയുടെ കൈകളിൽ അമർന്നു. ശ്രീ അപ്പോഴേക്കും ശോഭന ടീച്ചറുടെ കേസ് ഫയൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷെ സർജറിക്ക് ശേഷം ക്രിട്ടിക്കൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രെയിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സർജറിക്ക് ശേഷം അനിശ്ചിതകാലത്തേക്ക് കോമയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തേക്ക് ബാക്കിയുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും ഒന്ന് മാറ്റി നിർത്തി ശ്രീ പാർവതി. ടീച്ചർ, 5 മിനിറ്റ് സമയം, അത്രയുള്ളൂ നമ്മുടെ മുന്നിൽ. സീനിയർ ഡോക്ടേഴ്സ് ഇപ്പോൾ ജോയിൻ ചെയ്യും. എക്സ്റേ റിപ്പോർട്ടുകൾ കിട്ടിയ ഉടൻ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്യും. ലേറ്റ് ആവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞോളൂ. ഡോക്ടർ, എൻ്റെ നീലാംബരി മോൾ അറിയില്ലേ ഡോക്ടർക്ക്? ഓർമ്മയുണ്ടോ അന്ന് റൂമിൽ വന്ന കുട്ടി? പിന്നീട് ഒരു ദിവസം അവളെക്കുറിച്ച് ഡോക്ടറിനോട് വിശദമായിട്ട് ചോദിച്ചു, ഓർമ്മയുണ്ടോ? അവൾ ജോലി ചെയ്യുന്ന നാഥ പാരൽസിലാ. ശരീരത്തിലെ വേദന കടിച്ചമർത്തി വല്ലാതെ നേർത്തു ഇടറിയതുമായ സ്വരത്തിൽ ശോഭന ടീച്ചർ സംസാരിച്ചു തുടങ്ങി. എനിക്കതെല്ലാം അറിയാം ടീച്ചർ, ഓർമ്മയുണ്ട്. വേഗം പറഞ്ഞോളൂ, സർജറിക്ക് സമയമാവുന്നു. അവരുടെ അടുത്തേക്ക് അല്പം കുനിഞ്ഞെന്ന് ശ്രീ ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടാണ് അവരെ കേട്ടത്. ആ ഓഫീസിൽ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, നാഥന്റെ ഫോട്ടോ. ശ്രീ ഒന്ന് ഞെട്ടി. താൻ ചോദിക്കാൻ മാറ്റിവെച്ച കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. നാഥൻ അയാൾ ഡോക്ടറുടെ ആരെങ്കിലും ആണോ? അവിടുത്തെ ഓണർ കിരണിന്, നാഥന്റെ മകന് ഞാൻ ഡോക്ടറുടെ കൂടെ ഇന്ന് കണ്ടു. അതാ ചോദിച്ചത്, ഈ ആശുപത്രി ആ ഓഫീസും തമ്മിൽ എന്താ ബന്ധം? നീലാംബരി മോൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ബന്ധുക്കളാണെന്നോ മറ്റോ. എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ശ്രീ പറയുന്ന ഉത്തരം കേട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കൂടി പറയാനെന്നോണ പ്രതീക്ഷയോടെ തന്നെ ശോഭന ടീച്ചർ സ്ത്രീയെ ഉറ്റുനോക്കി. സമയം തീരെയില്ല. ചോദിച്ചുള്ള മറുപടി കിട്ടാതെ അവർ ബാക്കിയൊന്നും പറയാൻ പോകുന്നില്ലെന്ന് സ്ത്രീക്ക് മനസ്സിലായി. എൻ്റെ ഏട്ടനാണ് നാഥുമേനോൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് കിരൺ. ശ്രീ പതിയെ പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടറുടെ ആരാ? ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങളുമായി ശോഭന ടീച്ചർ നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെ ടെൻഷനാക്കാൻ പാടില്ലെന്ന് സ്ത്രീക്ക് തോന്നി. ആവശ്യം തന്നെ കൂടിയാണ്, എങ്കിലും അതിനുള്ള സമയത്തല്ല. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായി ശ്രീ മറുപടി നൽകി. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. വേറെ എന്തെങ്കിലും പറയാനുണ്ട് ടീച്ചർക്ക്? ആറിഞ്ഞ് ഇറങ്ങിക്കൊണ്ടെന്ന് മൂളി. ശേഷം പറഞ്ഞു തുടങ്ങി. നാഥാ പാരൻസിൻ്റെ ആ ഫോട്ടോയിൽ കാണുന്ന നിങ്ങളുടെ സഹോദരനാ നീലാംബരി മോളുടെ അച്ഛനെന്ന് അവളോടൊന്ന് പറയണം. പാവം, എൻ്റെ കുട്ടി കേൾക്കാൻ ഒത്തിരി കൊതിച്ച കാര്യം. ഞാനീ പറയുന്ന കാര്യം ഒന്നിൻ്റെ പേരിലും മേഡം അവളിൽ നിന്ന് മറച്ചു വെക്കരുത്.
പറ്റുമെങ്കിൽ എന്റെ കുട്ടിയെ അവിടുന്ന് രക്ഷിക്കണം. നാഥനിൽ പത്രം പ്രസവിച്ച മോള എന്റെ നീലാംബരി. ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി ശ്രീ പാർവതി. ഭദ്രയുടെ ഗർഭം അതാ തറവാട്ടിലുള്ളവരും മറ്റൊരുവിന്റെ തലയിലാക്കി. രാമാനുജൻ എന്ന കാര്യസ്ഥന് അങ്ങനെ വിശ്വസിച്ചു മറ്റുള്ളവർ വിശ്വസിപ്പിച്ചു അഭിനയിക്കും. അവിടെയുള്ളവര് പത്രാലമുറയിട്ട് കരഞ്ഞു പറഞ്ഞിട്ടും ഇപ്പോഴവര് വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. കാരണം നാഥൊരനാഥനാണെന്ന എല്ലാവരും കരുതിയിരിക്കുന്നു. നീലാംബരി മോളുടെ ഓഫീസിൽ പോയപ്പോൾ ആ ഫോട്ടോ കണ്ട പിന്നെയാ ഞാൻ അറിയുന്നത് നാഥൻ അത്രയും വലിയൊരാളായിരുന്നെന്നും വേറൊരു കുടുംബമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്നും. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാ അത് വേറൊരു ബന്ധമില്ലെന്നും നിങ്ങളുടെ സഹോദരനാണെന്ന് എനിക്ക് മനസ്സിലായത്. അച്ഛൻ രാമാനുജനല്ലാന്ന് ഞാൻ അവളോട് ഒരിക്കൽ പറഞ്ഞു. തൊഴുത് കരഞ്ഞുകൊണ്ട് പറയിപ്പിച്ച എന്നെ കൊണ്ടിട്ട് കുട്ടി അച്ഛൻ ജീവനോടുണ്ടെങ്കിൽ അമ്മയും തന്നെ ആ തറവാട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവൻ വരുന്ന അവൾ പ്രതീക്ഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയി. ആ ദിവസം ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ? അന്ന് നീലാംബരി മോളെ ഡോക്ടർ ആദ്യമായിട്ട് കാണുന്നത്. ശ്രീയുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കണക്കി ആ നിമിഷങ്ങൾ ഓടിയെത്തി. ഹോസ്പിറ്റൽ കോറിഡോറിൽ റെയിലിംഗിൽ പിടിച്ച് കണ്ണുനീർ വാർത്ത നീലാംബരിക്കടുത്തേക്ക് താൻ പോയതും അവളെ സമാധാനിപ്പിച്ചതും. ഭയന്നിട്ട എൻ്റെ കുട്ടിയോട് ഞാൻ ഇത്രയും നാളും ആ രഹസ്യം പറയാണ്ടിരുന്ന്. നാഥൻ അച്ഛനാണെന്നറിഞ്ഞ അവനെ തേടി ഇറങ്ങി എൻ്റെ മോള്. അവസാനം നാഥൻ പോയിടത്തേക്ക് അവരെൻ്റെ കുട്ടിയെ അയക്കും. അത് ഞാൻ ഒരിക്കലും അവളോട് സൂചിപ്പിച്ച കാര്യം. എത്ര ശ്രമിച്ചതും സ്ത്രീയുടെ കണ്ണുകളെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. കണ്ണുനീരൊഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. എവിടെ എൻ്റെ ഏട്ടനുണ്ട്? ആരാ എൻ്റെ ഏട്ടൻ അയച്ചത്? എവിടേക്ക് അയച്ചത്? ഇടറിയ സ്വരത്തിൽ വാക്കുകൾ മുറിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു പോയി ശ്രീ. ആദ്യം മരിച്ചുപോയി ഡോക്ടർ. കൊല്ലിച്ചു. ശ്രീയുടെ കണ്ണുകൾ തുറിച്ചു പോയി. നാഥന്റെ കൂട്ടുകാരനും അവന്റെ അച്ഛനും അവര് തന്നെ എന്നെ ഈ വിധത്തിലാക്കിയത്. നാഥനും പ്രേമേട്ടനും അയാൾ ഉറ്റ ചെങ്ങാതിമാരായിരുന്നു. അവസാനം നാഥനെ കൊല്ലിപ്പിച്ചു. എന്റെ പ്രേമേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാനിപ്പൊ കണ്ടതാ. വണ്ടി ഇടിച്ച് ഞാൻ റോഡിൽ കിടക്കുമ്പോ ഒരു കാലിരുന്ന് അയാൾ എന്നെ നോക്കുന്നു. ഇത്രയും വർഷം മിണ്ടാതെ ഒളിച്ചിരുന്നിട്ട് അയാൾ ഇപ്പൊ വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾക്ക് കൂടി അറിയാം. ആ മോന്, നീലാംബരി മോളെ കെട്ടാൻ പോകുന്ന മോൻ, അവനെല്ലാം അറിയാം. അവന്റെ പേര് ജാനത. അപ്പോഴും ശ്രീ വല്ലാത്തൊരു ഞെട്ടില്ലായിരുന്നു. നാഥ പാരൽസിൽ ജോലി ചെയ്യുന്നു എന്നാ ഞാൻ പറഞ്ഞത്. നീ ആ നീലാംബരിയെ കാണാൻ അവിടെ ഓഫീസിൽ പോയപ്പോ കിരൺ മോൻ പറഞ്ഞ് ജാനെന്ന പേര് കേട്ടിട്ടുണ്ട്. ഓണർ ഞാനാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജാനാണെന്ന് ആ കുട്ടി അത് പറഞ്ഞിരുന്നു. കുറച്ചു ദിവസം മുമ്പ് ഞാൻ എന്നെ കാണാൻ വന്നിരുന്നു. അവനോട് ഞാൻ ഈ കാര്യങ്ങൾ കുറെ പറഞ്ഞു. അല്ല, അവൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ മുഴുവനും കേൾക്കാതെ അവൻ ഇവിടെ നിന്ന് പോയി. ഞാൻ പറഞ്ഞ എന്തോ അവന് ഇഷ്ടമായില്ല. പക്ഷേ അതിനുശേഷം അയാൾ എന്നെ തേടി എൻ്റെ റൂം വരെ എത്തിയത്. അതിനർത്ഥം ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന അയാളെല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ? ഞാൻ ഈ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ അറിയാവുന്നവരുടെ ജീവൻ ആപത്തില്ല. അപ്പൊ നിലവോടെയും അവളെ കെട്ടാൻ പോകുന്ന മോനെയും ജീവൻ അപകടത്തില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഡോക്ടറോട് ഇതൊക്കെ പറയാൻ കാരണം. പക്ഷെ ഇതൊക്കെ ആദ്യം തന്നെ അറിയേണ്ട വ്യക്തി വേണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ അയാളെ കണ്ടു. അവൻ ദുഷ്ടന, സ്നേഹം നടിച്ച് എല്ലാവരെയും ചതിക്കുന്നവനാ. ഡോക്ടർക്കും അയാളറിയാം. ഡോക്ടർ അയാൾക്ക് ഇന്നെന്റെ റൂം കാട്ടിക്കൊടുത്തത്. എനിക്കെങ്ങനെ അറിയാം? ആരായാള്? വല്ലാത്തൊരു ഞെട്ടലോടെ ശ്രീ ശോഭന ടീച്ചറെ നോക്കി ചോദിക്കുമ്പോൾ അവർ ആദ്യ ശ്വാസം വലിച്ചു. ടീച്ചർ ഒരു പിടപ്പോടെ ശ്രീ അവരുടെ കവിളിൽ തൊട്ട് വിളിച്ചു. എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഡോക്ടർ. എനിക്ക് ഇനിയും പറയണം. അവനൊരു ദുഷ്ടനാ, എല്ലാവരെയും കൊല്ലും. അവൻ ശിവനും അവന്റെ അച്ഛൻ രാമ. പറഞ്ഞു കഴിയുന്ന ശോഭന ടീച്ചറിന്റെ ബോധം പോയിരുന്നു.
ടീച്ചറുടെ മുന്നിൽ നിന്ന് വിറക്കുന്ന ശ്രീ പാർവതിയെ അവിടേക്ക് വന്ന മറ്റു ഡോക്ടർമാർ ഞെട്ടിലോടെ നോക്കി. മാം പുറത്തേക്ക് പോയിക്കോളൂ, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ആരൊക്കെയോ പറയുന്നുണ്ട്. 2 നേഴ്സുമാർ ചേർന്ന് സ്ത്രീയെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തേക്ക് കൊണ്ടുപോയി. വസ്ത്രം മാറ്റിയ ഒരു യന്ത്രത്തെ പോലെ പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീ നോക്കിയതും കാണുന്നത് പുറത്ത് തനിക്കായി കാത്തു നിൽക്കുന്ന കിരണിനെയും ചാനിയുമാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.